ഞാൻ ആലോചിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരോടല്ല പറയുന്നത്. ഒരു നഗരത്തിന്റെ പിതാക്കന്മാരായിട്ടുള്ള ആളുകൾ, RDO, അതുപോലെ കലക്ടർ, അതുപോലെ MLA, അത്തരമുള്ള ആളുകള് ഒരു കാര്യം തീരുമാനിക്കുമ്പോ അത് വടകരയെ എങ്ങനെ ബാധിക്കുമെന്ന് പഠിച്ചിരിക്കണം. പഠിക്കാൻ ചരിത്രങ്ങളുണ്ട് ഇവിടെ. നമുക്കറിയാം 6 വർഷം മുമ്പ് ഒരു പരീക്ഷണാർത്ഥം ലിങ്ക് റോഡിലേക്ക് ബസ്സുകൾ മാറ്റി. അത് അശാസ്ത്രീയമാണ്. 900 മീറ്റർ വീതിയില് 11 വളവുള്ള ഈ റോഡ് വലിയ ഗതാഗതങ്ങൾക്ക് പറ്റിയതല്ല എന്നുള്ള പഠനങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. ചെവിക്കൊണ്ടില്ല. 4 മരണങ്ങൾ നടന്നു ഈ റോഡിൽ വെച്ച്. 4 മരണങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയുള്ള ഏർപ്പാടല്ല, വടകരയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞു. നിരന്തരമായി 8ഓളം സമരങ്ങള് വടകര മർച്ചന്റ് അസോസിയേഷൻ, വ്യാപാരി സമിതി, ഇതാ ഇപ്പൊ കണ്ടില്ലേ CIT-യുടെ തൊഴിലാളി യൂണിയൻ, ഇവരൊക്കെ ഇതിനെതിരെ സമരം ചെയ്തു. കണ്ടു തുറന്നില്ല. അതില് എനിക്ക് മുക്തകണ്ഠം പ്രശംസിക്കാനുള്ളത് ഇപ്പോഴുള്ള വടകര മുനിസിപ്പാലിറ്റി ചെയർമാനെയാ. അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ, ഞാൻ ഇവിടെ ഒരു RTO മീറ്റിംഗ് നടന്നു. RDO മീറ്റിംഗില് ഈ ബസ് സ്റ്റാൻഡ് മാറ്റം ഒരു അജണ്ടയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞങ്ങള് ഈ ദുരന്തവാദമുണ്ട്, ദേശീയവാദ, അതിന്റെ കഴിഞ്ഞ 6 കൊല്ലമായി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഒരു പരിഹാരം വേണമെന്നുള്ള നിലക്ക് വിളിച്ചു ചേർത്തതാ. കളക്ടർ ഉണ്ടായിരുന്നു, RDO ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു, DYSP അടക്കമുള്ള എല്ലാ കേഡറുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, വ്യാപാരി പ്രതിനിധി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലില്ലാത്തൊരു അജണ്ട ഒരു ഇംപ്ലിമെന്റ് ചെയ്യുകയും അവസാനം ഞങ്ങളോടൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് ഇറങ്ങിപ്പുറത്ത് നിൽക്ക്, ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കട്ടെ എന്ന്. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി. അതിൽ ബസ് ഓണേഴ്സിന്റെ ആളുകള് ബസിന്റെ പ്രയാസങ്ങളെ പറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റിത്തരണമെന്ന് പറഞ്ഞു. ഉടനെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മുനിസിപ്പൽ ചെയർമാന്, വ്യാപാരി പ്രതിനിധികൾക്ക്, ഞാന്, വിനോദന് പോലുള്ള ആളുകള് അത് 6 കൊല്ലത്തെ പരാജയപ്പെട്ടു പോയ പരീക്ഷണമാണെന്ന് അവിടെ ബോധ്യപ്പെടുത്തി. ഞങ്ങളൊക്കെ പുറത്തിറങ്ങി വന്ന് കഴിഞ്ഞപ്പോ പിന്നെ വിളിക്കുന്നത് ചാനലുകാരാ. ഒരു തീരുമാനം വന്നിട്ടുണ്ട്. എന്താ? ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ടേക്ക്, പിന്നെ ബസ്സുകൾ ഇന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി. ആർക്ക് വേണ്ടിയാ ഇത്? ആരാ ഇതിൽ കളിച്ചത്? ആർക്ക് വേണ്ടിയാണ് ഈ ദുരന്തം വീണ്ടും ഉണ്ടാക്കിയത്? നമുക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തം. ഒന്ന്, ഒരു ബസ് ഷെൽട്ടർ അവിടെ ഉള്ളത്. വടകരയിലെ പ്രധാനപ്പെട്ട 4-5 ഇടങ്ങളിലേക്ക് 100ഓളം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുവാൻ അത് അശാസ്ത്രീയമാണ്, പരാജയപ്പെട്ടതാണ്. ഒരു ബാത്റൂം പോലും ഇല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തൊഴിലാളികൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും ആർക്ക് വേണ്ടിയാണ്? അധികാരികൾ മറുപടി പറഞ്ഞേ പറ്റൂ. ഇതിന് മറുപടി പറയണം. അല്ലാതെ എന്നോട് പറഞ്ഞത് 2 ആഴ്ചത്തേക്ക്. എന്താ 2 ആഴ്ചയുടെ പ്രത്യേകത? ഈ 2 ആഴ്ചക്ക് പ്രത്യേകതയുണ്ട്. 20-ാം തീയതി അത്തം തുടങ്ങുക, 30-ാം തീയതി തിരുവോണമാ. ഈ 10 ദിവസം അല്ലെങ്കിൽ ഈ 15 ദിവസം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാരത്തിന്റെ 6 മാസം അവർ ഷോപ്പിലിരുന്ന് വ്യാപാരം ചെയ്യുന്നത് ഈ 10 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ആക്കാൻ സാധിക്കും. ആ ഒരു കാര്യത്തിലാണ് വിലങ്ങിട്ടിരിക്കുന്നത്. ഒരു കോട്ടപ്പുറം എന്നുള്ള പ്രദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ 6 വർഷമായി ഉണങ്ങിക്കിടക്കുകയാ. ബസ്സുകൾ തിരിച്ചു വന്നു. അവരിൽ ഇടവിതരണം നടത്തി. അവരുടെ ഷോപ്പുകളിൽ തൊഴിലാളികളെ കൂട്ടി. അതൊന്നും അറിയാതെ, അതിനെ പറ്റിയൊന്നും ആലോചിക്കാതെ ആർക്ക് വേണ്ടിയാണ് അധികാരികൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് പറയിപ്പിക്കും വരെ വടകരയിലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളെ, വടകരയിലുള്ള വ്യാപാരികളെ, ഞങ്ങൾ ഇതുമായി അനുകൂലിക്കുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരന്തര സമരമുറകൾ ഉണ്ടാകും. അതിനെ അടിച്ചമർത്താൻ ഒരു അധികാരം ഘട്ടത്തിൽ സാധ്യമല്ല എന്ന് കടത്തിനാടിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്.